കേരളത്തിന്റെ റെയിൽവേ വികസനത്തെയും ദീർഘകാല റെയിൽവേ താൽപര്യങ്ങളെയും ഗുരുതരമായി ബാധിക്കുന്ന തരത്തിൽ പാലക്കാട്, തിരുവനന്തപുരം റെയിൽവേ ഡിവിഷനുകളിൽ മാറ്റങ്ങൾ വരുത്താൻ നടത്തുന്ന നീക്കം പ്രതിഷേധാർഹമാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പി. പാലക്കാട് ഡിവിഷന്റെ ഭാഗമായിരുന്ന മംഗലാപുരം ഉൾപ്പെടെയുള്ള മേഖലകൾ മൈസൂരു ഡിവിഷനിലേക്ക് മാറ്റാനുള്ള തീരുമാനം കേരളത്തിന് തിരിച്ചടിയാണെന്ന് റെയിൽവേ മന്ത്രിയെ അറിയിച്ചുവെന്നും എം പി പറഞ്ഞു. കേരളത്തിന്റെ റെയിൽവേ വികസനത്തെയും സംസ്ഥാനത്തിന്റെ ദീർഘകാല റെയിൽവേ താൽപര്യങ്ങളെയും ഗുരുതരമായി ബാധിക്കുന്ന തരത്തിൽ പാലക്കാട്, തിരുവനന്തപുരം റെയിൽവേ ഡിവിഷനുകളിൽ മാറ്റം വരുത്താൻ നീക്കം നടക്കുന്നതിൽ കൊടിക്കുന്നിൽ സുരേഷ് എം പി ശക്തമായി പ്രതിഷേധിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനെ നേരിട്ട് ബന്ധപ്പെട്ട് തന്റെ അഭിപ്രായം അറിയിച്ചിട്ടുണ്ടെന്നും എം പി പറഞ്ഞു. പാലക്കാട് ഡിവിഷന്റെ ഭാഗമായിരുന്ന മംഗലാപുരം ഉൾപ്പെടെയുള്ള മേഖലകൾ മൈസൂരു ഡിവിഷനിലേക്ക് മാറ്റാനുള്ള തീരുമാനം കേരളത്തിന്റെ റെയിൽവേ താൽപര്യങ്ങൾക്ക് തിരിച്ചടിയാണെന്ന് മന്ത്രിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും എം പി പറഞ്ഞു. പാലക്കാട് ഡിവിഷനെ വിഭജിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇതിനോടകം പുറത്തുവന്ന സാഹചര്യത്തിൽ തീരുമാനം പുനഃപരിശോധിച്ച് റദ്ദാക്കാൻ കേന്ദ്ര റെയിൽവേ മന്ത്രാലയം അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും എം പി ആവശ്യപ്പെട്ടു. തീരുമാനം പിൻവലിക്കാൻ സാധിക്കാത്ത സാഹചര്യമാണെങ്കിൽ പാലക്കാട് ഡിവിഷനുണ്ടായ നഷ്ടത്തിന് ആനുപാതികമായ വികസന പാക്കേജ് അനുവദിക്കണമെന്നും കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനെ അടിയന്തരമായി സമഗ്രമായി വികസിപ്പിച്ച് ടെർമിനൽസ് പദവിയിലേക്ക് ഉയർത്തണമെന്നും എം പി ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം ഡിവിഷന്റെ ഭാഗങ്ങൾ ഉൾപ്പെടുത്തി തിരുനെൽവേലി ആസ്ഥാനമായി പുതിയ റെയിൽവേ ഡിവിഷൻ രൂപീകരിക്കാനുള്ള നീക്കം സംബന്ധിച്ച് പുറത്തുവരുന്ന റിപ്പോർട്ടുകളിലും ശക്തമായ പ്രതിഷേധമുണ്ടെന്നും എം പി പറഞ്ഞു. തിരുവനന്തപുരം ഡിവിഷനെ വിഭജിക്കുന്ന ഒരു നടപടിയും കേരളത്തിന്റെ താൽപര്യങ്ങൾക്ക് അനുകൂലമല്ലെന്നും കൊടിക്കുന്നിൽ സുരേഷ് എം പി പറഞ്ഞു. ഇത്തരം നീക്കങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. സി ഡി നെറ്റ് ന്യൂസ്, മാവേലിക്കര.